ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഈ സിനിമ കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും പ്രേമിക്കും എന്ന് ഞാൻ എപ്പോഴും ലാൽ സാറോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പ്രേമം എന്ന് പറയുന്നത് നമുക്കൊരു ഫീൽ, എന്താ പറയുക, അതങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാവുന്നതല്ലോ, അത് മനസ്സിൽ തോന്നും. ഈ സിനിമയിൽ വളരെയധികം എന്താ പറയുക, പ്രണയം വിവശയായിട്ടുള്ള ഒരാളാണ് ഞാൻ മോഡലല്ല, പക്ഷേ ഞാനൊരു ഡാൻസറാണ്. ഞാൻ സ്റ്റേറ്റ് ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഞാൻ അത്യാവശ്യം കൂടിയാട്ടം, കഥകളി ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. അഭിനയം ഇപ്പോൾ വന്നു. എനിക്കിതെല്ലാം എൻ്റെ പ്രണയങ്ങളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ പാർവതിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം പണ്ട് മുതലേ ഞാൻ LKG തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ഡാൻസ്, പാട്ട്, ഇതിലെല്ലാം ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ എപ്പോഴും കോമ്പറ്റീഷൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ചെയ്തേ പറ്റൂ. ഞാൻ ഒരിക്കലും എനിക്ക് റെസ്റ്റിംഗ് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം എൻ്റെ പ്രണയങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡാൻസും പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഞാൻ ബാഡ്മിൻ്റൺ എന്നുള്ളത് എൻ്റെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു 4th or 5th മറ്റും ഞാനിത് തുടങ്ങി. ഇത് വെറുതെ ഇങ്ങനെ തട്ടി അപ്പോൾ എൻ്റെ അമ്മ എല്ലാത്തിനും എന്നെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഞാൻ എന്തിൽ പോയാലും അതിൽ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ടാലൻറ്റ് എനിക്ക് അതിലുണ്ട് എന്നറിയാണ്ട് അമ്മ വിടൂലല്ലോ. അപ്പം അമ്മ അതിന് കൊണ്ടുപോയി അതിനെ ട്രെയിൻ ചെയ്യിച്ച് പോളിഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ് എന്നെ. ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ബാക്കിൽ എൻ്റെ അമ്മയുടെ കൈ എന്തായാലും അതിലുണ്ടാവും. അപ്പം പലവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ സ്പോർട്സിൻ്റെ ഒരു വേഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും ഞാൻ ഡാൻസറാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ വിശ്വസിക്കില്ല. ഞാനൊരു സ്പോർട്സിൻ്റെ വേഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല that I am a dancer എന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ ഇപ്പം ഒരു ഭരതനാട്യം ഡ്രസ്സിൽ സ്റ്റേജിൽ നിന്നിട്ട് ഞാനൊരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ അവരും വിശ്വസിക്കില്ല. നിങ്ങൾ ബാഡ്മിൻ്റൺ പ്ലെയർ ആണോ എന്ന് എന്നോട് അവർ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് രണ്ട് രീതിയിലും എനിക്ക് വേറെ ഒരു ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ എനിക്ക് അത് മാനേജ് ചെയ്യാൻ എനിക്ക് എന്തോ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. അമ്മ മകളെ വഷളാക്കും? എൻ്റെ അമ്മ ഒരിക്കലും വഷളാക്കില്ല. എൻ്റെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാം പറയുന്നതും എല്ലാത്തിനും എന്നെക്കാട്ടും ഒരുപക്ഷെ ചില സമയത്തൊക്കെ ഞങ്ങളൊരു ഫ്രണ്ട്സാണ് എപ്പോഴും. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം വന്നു കഴിഞ്ഞാൽ അമ്മ തന്നെയാവും. അമ്മയ്ക്കറിയാം ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ആലോചിക്കുന്നു എന്ന് എന്നെക്കാട്ടും നന്നായിട്ട് അമ്മയ്ക്കറിയാം. അപ്പോൾ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കും. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ലൊക്കേഷനിലാണെങ്കിലും അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം അമ്മയ്ക്ക് അറിയാം ഞാൻ എന്താണ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാണ് അവൾ പോകുന്നത് എന്ന് പോലും അറിയാം. അപ്പോൾ ഒരിക്കലും അതൊരു വഷളാക്കലോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു ഡാൻസർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് അമ്മയ്ക്ക് ആ സാഹചര്യത്തിൽ ആയില്ല. അപ്പം അത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം അമ്മയ്ക്കുണ്ട്. അപ്പം അമ്മ വഷളാക്കല്ല. സപ്പോർട്ടിങ് മാത്രമല്ല, അതിൻ്റെ സജഷൻസും അതിൻ്റെ ഡ്രോബാക്സ് എന്താണ്, ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ഇതേപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പറയും, എടി അത് ശരിയായിരുന്നില്ല, നീ ചെയ്തത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയും. നന്നായിട്ടുണ്ടെങ്കിൽ പറയും ഗംഭീരം, ഉഷാറാക്കി എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുമ്പിൽ അവിടെ അമ്മ ഇരിക്കണം. അമ്മ ഇരുന്നാൽ എനിക്കൊരു പരിപാടിയുണ്ട്. ഈ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ ഓടിക്കും, ഞാൻ ആരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് അമ്മ ഇരിക്കണം. അപ്പോൾ അമ്മ അവിടെ ചിരിക്കുന്നതുണ്ടോ, അമ്മ ഇങ്ങനെ ചിരിച്ചിരിക്കും. അമ്മയുടെ മുഖത്ത് എക്സ്പ്രഷൻസ് എനിക്ക് കാണാതായിരിക്കും. അപ്പം അമ്മ അവിടെ ചിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഐ എം ഡൂയിങ് ഗുഡ് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോന്നിലും എന്നെ എന്താ പറയുക സജഷൻസ് തരും. എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഡ്രോബാക്സ് പറയും, നെഗറ്റീവ്സ് പറയും. എല്ലാം അമ്മ തന്നെയാണ്. പിന്നെ ഏട്ടനും തീർച്ചയായിട്ടും. എൻ്റെ ഏട്ടൻ വളരെയധികം എന്താ പറയുക ഡാൻസ്, എൻ്റെ ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് എൻ്റെ ഏട്ടൻ. ദുബായിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഡാൻസ് ഇവിടെ നടക്കുന്നു പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ടുള്ള ഒരാളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാതരം സപ്പോർട്ടും എനിക്കുണ്ട്, ഫുൾ ഫാമിലി.
അമ്മയുടെയും ഏട്ടൻ്റെയും വാക്കുകളാണ് എൻ്റെ എന്താ പറയുക, അവരാണ് എന്നെ എപ്പോഴും, അതായത് ഒരു ഫെൻസിങ് എന്നൊക്കെ പറയില്ലേ, അതാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർക്കറിയാം ഞാൻ നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കറിയാം ഞാൻ എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിൽ എനിക്ക് മോഡിഫൈ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റും, പോളിഷ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം തീർച്ചയായിട്ടും അമ്മയും അച്ഛനും ഏട്ടനുമാണ് എൻ്റെ എപ്പോഴത്തെയും, അവരുടെ വാക്കാണ് എൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഫെയിം, നമ്മുടെ ടാലൻറ്റ്, പണം, ഇത് മൂന്നും ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഫെയിം മാത്രം കിട്ടിയാൽ കാര്യമില്ല, അല്ലെങ്കിൽ നമുക്കൊരു സ്പോർട്സ് മാത്രം പോയിട്ട് നമുക്ക് ഫെയിമും ഇല്ല പണവും ഇല്ലെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പണം മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് മൂന്നും വേണം, ഇത് മൂന്നും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മൂന്നും ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഇത് മൂന്നും ഓരോന്നും മാത്രമായിട്ട് കാര്യമില്ല, ഇത് മൂന്നും ഒരുമിച്ച് വേണം. എനിക്ക് തോന്നുന്നു ഇത് മൂന്നും എനിക്ക് വേണം, അല്ലാണ്ട് മൂന്നും വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഫെയിം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മൂന്നും വേണം എന്നാണ് എൻ്റെ തോന്നുന്നത്. എനിക്ക് പൊതുവേ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ലത് വന്നാലും ചീത്ത വന്നാലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമുക്ക് ഇൻ്റർനെറ്റിൽ ഇപ്പം എന്തെങ്കിലും നമ്മുടെ സോങ് വന്നു, അതിൻ്റെ കമൻസ് അത് അവരുടെ ഇഷ്ടമല്ലെന്ന്. ഇപ്പം നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് കമൻറ്റ് ചെയ്യും, ഓഫ് കോഴ്സ് നമ്മൾ കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കുശുമ്പെങ്കിലും പറയൂലേ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അവരത് കമൻറ്റ് ചെയ്യുന്നു, അത് അവരുടെ ഇഷ്ടം, അവരുടെ തോന്നലാണത്, അത് പോസിറ്റീവായിട്ട് എടുക്കുക. അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരിക്കലും ഫൈറ്റിങ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അല്ലെങ്കിൽ എന്ത് വന്നാലും പോസിറ്റീവ് രീതിയിൽ എടുക്കുക, അത്രേ ഉള്ളൂ. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, കാരണം ഇതെൻ്റെ ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ റിലീസ് ഇതിൽ ആൾക്കാർ എന്നെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെന്നെ കല്യാണം കഴിപ്പിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതപ്പോൾ നന്നായി നല്ല ഫിലിംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും. ലാൽ സാറെ പോലുള്ളൊരു ഡയറക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മൂവീസ് ചെയ്യും. എന്നെ ഓരോ ഡയറക്ടേഴ്സിനും അറിയാം, അവർക്ക് എന്നെ വേണമെങ്കിൽ അവരെന്നെ വിളിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങളും ഡയറക്ടേഴ്സും ഒക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. നമ്മൾ അഭിനയിക്കുക, അവർ വിളിക്കും. നല്ല മൂവികൾ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും, അഭിനയിക്കും, അത്രേ ഉള്ളൂ. അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്.